ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യ യജ്ഞത്തിന്റെ 337 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എം ഡി തൃക്കരിപ്പൂരാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ലൈല രാജേന്ദ്രൻ പയ്യന്നൂരാണ്. ലൈല 3 പ്രാവശ്യം ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് വായിച്ചോളൂ. ഒരു 10 മിനിറ്റ് വായിക്കുക, ഒരു 15 മിനിറ്റ് അനുഭവങ്ങൾ പറയൂ. സായിരാം. ഓം 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 സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിറാം. ശ്രീ സത്യസായി വാണി ഭാഗം 25. ഈശ്വരനെ മുറുകെ പിടിക്കുക. ചന്ദനത്തടി ഉരയ്ക്കും തോറും അതിൽ സൗരഭ്യമേറിടും. കരിമ്പിൻ തണ്ട് ചവിക്കും തോറും നീരിൻ മാധുര്യമേറിടും. ഉലയിലിട്ടു കാച്ചും തോറും സ്വർണത്തിൻ പ്രഭയേറിടും. മഹത്തുക്കളാചരിപ്പൂ ധർമ്മം ജീവിതാവസ്ഥകളിലൊക്കെയും. ദിവ്യപ്രേമ സ്വരൂപേ, ഈ ലോകത്ത് മനുഷ്യ ജീവിതം ഏറ്റവും ഉത്കൃഷ്ടമാണ്. എന്നാൽ ഈ സത്യത്തെ സംബന്ധിച്ച് എല്ലാവരും ബോധവാന്മാരല്ല. എവിടെയാണ് ഇതിന്റെ ശ്രേഷ്ഠതയുള്ളത്? മനുഷ്യത്വം കേവലം ശാരീരികവും പ്രാപഞ്ചികവും മാത്രമല്ല. ശരീരമാദ്യം ഗലുധർമ്മ സാധനം. ധർമ്മസാക്ഷാത്കാരത്തിനു വേണ്ട പ്രാഥമിക ഉപാധിയാണ് ശരീരം. ധർമാന്വേഷണത്തിന് വേണ്ടിയാണ് ഈ ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. ഈശ്വരൻ ആനന്ദത്തിന്റെ കലവറയാണ്. വിഭു അത്യന്ത വിഹീനനാണ്. ഈശ്വരന്റെ അസംഖ്യം നാമങ്ങളിൽ മഹത്തായ സച്ചിദാനന്ദൻ എന്ന നാമമാണ് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നതാണ്. സത്. ദേശകാല പരിതസ്ഥിതികൾക്ക് വിധേയമാകാതെ അത് ഒരുപോലെ നിലകൊള്ളുന്നു. ദേശകാല വ്യവസ്ഥിതികളെ അത് അതിശയിപ്പിക്കുന്നു. ചിത് എന്നാൽ പരിപൂർണ ജ്ഞാനം. സാമൂഹികം, നൈതികം, ശാരീരികം, ശാസ്ത്രം, ആധ്യാത്മികത തുടങ്ങിയ എല്ലാറ്റിന്റെയും പരിപൂർണ ജ്ഞാനം അത് ഉൾക്കൊള്ളുന്നു. എല്ലാ ജ്ഞാനത്തിന്റെയും അന്തർധാരയായി അത് വർത്തിക്കുന്നു. സത്തും ചിത്തും എവിടെ ഒരുമിച്ച് നിലകൊള്ളുന്നുവോ അവിടെ ആനന്ദമുണ്ട്. മനുഷ്യത്വം ആനന്ദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ആനന്ദത്തിൽ വളരുന്നു, ആനന്ദത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ ആനന്ദത്തിലാണ് ജനിച്ചത്. ആനന്ദം പ്രകടമാക്കുക എന്നത് മനുഷ്യന്റെ കടമയാണ്. മനുഷ്യകഥയുടെ രഹസ്യം ഇതാണ്. ആനന്ദത്തെ പുറമെ അന്വേഷിക്കുക എന്നത് അവിവേകമാണ്. ഓരോ വ്യക്തിയും ആനന്ദാനുഭൂതിക്കു വേണ്ടി വ്യത്യസ്തങ്ങളായ പ്രയത്നങ്ങൾ നടത്തുന്നു. ശൈശവം മുതൽ വാർദ്ധക്യം വരെ ആനന്ദം നേടിയെടുക്കാൻ എല്ലാ പ്രയത്നങ്ങളും അർപ്പണത്തോടെ നിർവഹിക്കുന്നു. എന്നാൽ അവൻ തിരയുന്നിടത്തെങ്ങും ആനന്ദം ഉണ്ടാകണമെന്നില്ല. അവൻ സ്വയം ആനന്ദ സ്വരൂപനായിരിക്കെ അതിനെ പുറമെ അന്വേഷിക്കുന്നത് തികഞ്ഞ അവിവേകമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്നെ തന്നിൽ നിന്നും ബാഹ്യമായി എവിടെയെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അത്തരം അന്വേഷണം അജ്ഞത മൂലമാണെങ്കിൽ ആനന്ദത്തെ പുറമെ തിരയുന്നതും അജ്ഞാനം തന്നെ. വെള്ളത്തിനും മത്സ്യമില്ലാതെ നിലകൊള്ളാനാവും, എന്നാൽ മത്സ്യത്തിന് വെള്ളമില്ലാതെ നിലകൊള്ളാനാവില്ല. ശിഖരം വൃക്ഷത്തിന്റെ ഭാഗമാണ്, കുഞ്ഞ് അമ്മയുടെ ഭാഗവും. വൃക്ഷത്തിന്റെ കൂടാതെ ശിഖരത്തിന് നിലനിൽപ്പില്ല, അമ്മയില്ലാതെ കുഞ്ഞിനും. അതുപോലെ മനുഷ്യാസ്തിത്വത്തിന് ഈശ്വരനാണ് അടിസ്ഥാനം. മനുഷ്യൻ ദിവ്യത്വത്തിന്റെ സ്ഫുലിംഗമാണ്. ദിവ്യത്വമില്ലാതെ മനുഷ്യന് ആനന്ദം അനുഭവിക്കാനാവില്ല. കലിയുഗത്തിന്റെ വിപര്യം മൂലം മനുഷ്യൻ വാചികമായി അത് പ്രകടിപ്പിക്കുന്നു, എങ്കിലും സർവാത്മന ഇത് അനുഭവിക്കുന്നില്ല. അതിനാൽ അവൻ ഭൗതിക പ്രപഞ്ചത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആനന്ദത്തെ കണ്ടെത്താനായി സ്വയം പ്രയത്നിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ സത്ത എന്തെന്ന് മനസ്സിലാക്കുക. മനുഷ്യന്റെ ഉത്ഭവം എന്താണ്? എവിടെ നിന്നാണ് അവൻ വന്നത്? അവന്റെ യഥാർത്ഥ ഭവനം ഏത്?
ഈ വക കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു അന്വേഷണം നടത്താൻ ആരും തയ്യാറാവുന്നില്ല. മനുഷ്യൻ നിലനിൽക്കുന്നു, അവൻ ചലിക്കുന്നു, ആഹാരം കഴിക്കുന്നു, അവൻ എവിടെ നിന്നാണ് വന്നത്? തന്റെ ശരീരത്തെ അടിസ്ഥാനമാക്കി അവൻ പ്രഖ്യാപിക്കുന്നു മദ്രാസിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തു നിന്ന് എന്ന്. അതുപോലെ ഉദ്യോഗത്തെ ആസ്പദമാക്കി അവൻ ഡോക്ടർ, വക്കീൽ അല്ലെങ്കിൽ കർഷകൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. രാജ്യം, ഉദ്യോഗം മുതലായവയെ ബന്ധപ്പെടുത്തി ഒരുവന് തന്റെ യഥാർത്ഥ സത്തയെ മനസ്സിലാക്കാനാവില്ല. എന്താണ് ഈ യഥാർത്ഥ സത്ത? ഉത്തരം മനുഷ്യൻ. എന്താണ് മനു അല്ലെങ്കിൽ മനുജൻ എന്നതിന്റെ പൊരുൾ? മനു സ്വയംഭൂ മനുവിനെ കുറിക്കുന്നു. ജ എന്നതിന്റെ അർത്ഥം ജന്മം. മനുജൻ എന്നാൽ മനുവിൽ നിന്നും ജന്മം കൊണ്ടവൻ എന്നും അർത്ഥം. സ്വയം പിറന്ന മനുവിൽ നിന്നും ഉത്ഭവിച്ചവനായതുകൊണ്ട് മനുഷ്യനെ മനുജൻ എന്ന് വിളിക്കുന്നു. മനുഷ്യൻ ഇക്കാര്യം മനസ്സിലാക്കുന്നുമില്ല. അതിനാൽ അവൻ സച്ചിദാനന്ദ സ്വരൂപനാണെങ്കിലും നൈരാശ്യത്തോടെ ആനന്ദത്തെ മറ്റു പല സ്ഥലങ്ങളിലും തിരയുന്നു. എന്താണ് ഇതിന് കാരണം? ജ്ഞാനത്തെ വിസ്മൃതിയിലാക്കി മായികമായ സ്വപ്നലോകത്തിൽ അജ്ഞനായി അവൻ ജീവിക്കുന്നു. നിദ്രാവസ്ഥയിൽ നിമഗ്നനായി സ്വപ്രകൃതിയെ മറക്കുന്നു. ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ചക്രവർത്തിയോ ആയിക്കൊള്ളട്ടെ, നിദ്രാവസ്ഥയിൽ തന്റെ സ്ഥാനത്തെക്കുറിച്ച് അവൻ ബോധവാനല്ല. ഈ അവസ്ഥയിലെ സ്വപ്നാനുഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്നും ഇതാണ് തന്റെ ശരിയായ അവസ്ഥയെന്നും അവൻ കരുതുന്നു. സ്വപ്നാവസ്ഥയിൽ പാവം മനുഷ്യൻ താൻ രാഷ്ട്രപതി അല്ലെങ്കിൽ ചക്രവർത്തിയാണെന്ന് കരുതിയേക്കാം. എന്നാൽ ഉണരുന്ന ക്ഷണം തന്നെ യഥാർത്ഥ നിലയെക്കുറിച്ച് അവൻ ബോധവാനാകുന്നു. അജ്ഞതയാവുന്ന നിദ്രയിൽ നിന്നും ഉണരുക. അതുപോലെ മനുഷ്യൻ അജ്ഞനാകുന്ന സ്വപ്നാവസ്ഥയിൽ തന്റെ യഥാർത്ഥ സ്വരൂപമായ സച്ചിദാനന്ദത്തെ മറന്നിട്ട് തന്റെ രാജ്യം, ഉദ്യോഗം അല്ലെങ്കിൽ ശാരീരിക രൂപം എന്നിവയുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഈ അജ്ഞതയാണ് മനുഷ്യന് ആവരണം ചെയ്യുന്ന മായ. ഉമികൊണ്ട് മൂടപ്പെട്ട നെല്ലിൽ അരി കാണാനാവാത്തതുപോലെ, പായൽ പരിപ്പിന് താഴെ വെള്ളം കാണാനാവാത്തതുപോലെ അജ്ഞതയിൽ മൂടപ്പെട്ട മനുഷ്യൻ തന്റെ യഥാർത്ഥ പ്രകൃതിയെ തിരിച്ചറിയാനാവുന്നുമില്ല. ഉമി നീക്കം ചെയ്യപ്പെട്ടാൽ അരി കാണുമാറാവും. അത് നെല്ലിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഉമി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതിനാൽ അതിനെ കാണാനാകുന്നില്ല. ഇത്തരത്തിൽ ആവരണം ചെയ്യപ്പെട്ടുള്ളവ മാറ്റത്തിന് വിധേയവും അസ്ഥിരവുമാണ്. വേദങ്ങൾ പ്രഖ്യാപിച്ചു, ഇന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടുന്നതെല്ലാം നാശത്തിന് വിധേയമാണ്. ഇതിനർത്ഥം ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സർവ്വതും ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നാശത്തിന് വിധേയമാണ്. ഈ ലോകത്തിലുള്ള ചരവും ആചരവുമായ എല്ലാ പദാർത്ഥങ്ങളെയും മനുഷ്യൻ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് കാണുന്നു. കാലത്തിന്റെ ഒഴുക്കിൽ ഇവയെല്ലാം അപ്രത്യക്ഷമാകും. കാണുന്ന നേത്രങ്ങളോ കാണുന്ന വസ്തുക്കളോ ശാശ്വതമല്ല. സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങളും നേത്രങ്ങളാൽ അനുഗ്രഹീതമാണ്. മനുഷ്യൻ സ്വായത്തമാക്കിയിരിക്കുന്ന നേത്രങ്ങൾക്ക് എന്താണ് പ്രത്യേക മഹത്വം? മനുഷ്യനായി പിറന്നിട്ട് കേവലം ഭൗതിക വീക്ഷണം കൊണ്ട് സംതൃപ്തനാവുക എന്നത് ദൗർഭാഗ്യകരമായിരിക്കും. മനുഷ്യൻ ജ്ഞാനനേത്രം ആർജിക്കേണ്ടതാണ്. ഇതില്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം? ഒരുവന്റെ ബുദ്ധി അല്ലെങ്കിൽ മനഃശക്തി കൊണ്ട് എന്ത് പ്രയോജനം? തന്നിലെ ദിവ്യത്വം സാക്ഷാത്കരിക്കാനാവുന്നില്ല എങ്കിൽ എന്ത് മൂല്യമാണ് മനുഷ്യനുള്ളത്? സൃഷ്ടിയിലെ മകുടമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യന്റെ ശ്രേഷ്ഠ ഗുണങ്ങളെ വേദങ്ങൾ പുകഴ്ത്തിയത്. അതിനാൽ മനുഷ്യജീവി എന്ന നിലയിൽ ഒരുവൻ ജ്ഞാനനേത്രം നേടിയെടുക്കാൻ പരിശ്രമിക്കണം. ബാഹ്യനേത്രങ്ങൾ പ്രവൃത്തരഹിതങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കണ്ണുകളെ കാണാനാകുന്നില്ല. ഈ അപൂർണ നേത്രങ്ങൾക്ക് എങ്ങനെ സൂക്ഷ്മമായ മനസ്സിനെ കാണാനാകും? മനസ്സിനെ കാണാനാകാത്ത നേത്രങ്ങൾക്ക് എങ്ങനെ ആത്മാവിനെ കാണാനാകും? സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുവരെ എങ്ങനെയാണ് തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കാനാവുന്നത്? ഭൗതിക നേത്രങ്ങൾക്ക് ആത്മാവിനെ ദർശിക്കാൻ പോലും ആവുകയില്ല. മനുഷ്യൻ അവന്റെ യഥാർത്ഥ പ്രകൃതിയെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആത്മീയ ജീവിതമാണ്. ശാരീരിക അസ്തിത്വം, മാനസിക ജീവിതം അല്ലെങ്കിൽ ഭൗതിക ജീവിതം എന്നിവയെ യഥാർത്ഥ ജീവിതമായി കണക്കാക്കാനാവില്ല. ശരീരത്തെ പോഷിപ്പിക്കുന്നതിലും ജീവിതാന്ത്യം വരെ അതിനെ പാഴാക്കുന്നതിലുമാണ് മനുഷ്യന്റെ വ്യഗ്രത മുഴുവൻ. സ്ഥലകാല പരിമിതികൾക്ക് വിധേയനായ മനുഷ്യൻ അവന്റെ യഥാർത്ഥ പ്രകൃതിയെ ഗ്രഹിക്കാൻ ആകുന്നില്ല. പലതരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവൻ വ്യാപൃതനായിരിക്കുന്നു. ധാരാളം പുസ്തകങ്ങൾ പഠിക്കുകയും നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം അനന്തരഫലം എന്താണ്? അവൻ ഒന്നും പഠിച്ചിട്ടില്ല. കാലാകാലങ്ങളിൽ ഈ ഉദ്യമങ്ങളിലൂടെ അവന് ഉളവാക്കുന്ന സന്തോഷമൊടുവിൽ നൈരാശ്യത്തിൽ കലാശിക്കുന്നു. മരീചികയെ പിന്തുടരുന്നത് പോലെയാണത്. ഒരുവന്റെ ദാഹശമനത്തിന് അവ ഉതകുന്നില്ല. വെള്ളം ഉള്ളതുപോലെ അത് തോന്നിപ്പിക്കുന്നു, എന്നാൽ വെള്ളം ഇല്ല തന്നെ. ഭൗതിക ലോകത്തിലൂടെ ഉളവാകുന്ന സന്തോഷം ഒന്നും നമുക്ക് യഥാർത്ഥ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. അവ ദുഃഖത്തിന്റെ ചിഹ്നം ബാക്കിയാക്കി വരികയും പോകുകയും ചെയ്യുന്നു. മനസ്സിനെ കീഴ്പ്പെടുത്തിയവനാണ് യഥാർത്ഥ ജേതാവ്. ഈ ലോകത്തിലെ യഥാർത്ഥ വിജയി ആര്? ശങ്കരാചാര്യർ ഈ ഒരു കുഴയ്ക്കുന്ന ചോദ്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന് അനുയായികൾക്ക് നിരവധി ഉത്തരങ്ങൾ നൽകി. ലോകത്തിലെ കീഴ്പ്പെടുത്തുകയും ലോകത്തിന്റെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് അനുയായി പറഞ്ഞു. ഹിമാലയ പർവ്വതം കയറി അതിന്റെ കൊടുമുടിയിൽ പതാക നടുന്നവനാണ് വിജയി എന്ന് മറ്റൊരു അനുയായി പറഞ്ഞു. സമുദ്രങ്ങൾ താണ്ടുന്നവനാണ് എന്ന് മറ്റൊരു അനുയായി. ആചാര്യർ
ഈ ഉത്തരങ്ങളെല്ലാം ശ്രദ്ധിച്ച ശേഷം പുഞ്ചിരി കൊണ്ട് പറഞ്ഞു, പ്രിയ ശിഷ്യരെ, നിങ്ങൾ എല്ലാവരും ഭൗതിക തലത്തിൽ മാത്രമാണ് വിജയത്തെ നോക്കിക്കാണുന്നത്. ഈ നിലയിൽ വീക്ഷിച്ചാൽ പലർക്കും വിജയം സ്വായത്തമാക്കാം. ഒരു മൃഗത്തിന് മറ്റൊന്നുമായി അടിപിടി കൂടി വിജയം ഉറപ്പിക്കാം. പക്ഷികളിലും അത്തരം വിജയികളെ കാണാനാം. പക്ഷെ പക്ഷികൾക്കും സമുദ്രം തരണം ചെയ്യാനും ഹിമാലയത്തിന് മീതെ പറക്കാനുമാകും. ഇതിലൊക്കെ എവിടെയാണ് വിജയം? ഒന്നുമില്ല. മനസ്സിനെ കീഴടക്കിയവനാണ് യഥാർത്ഥ ജേതാവ്. മനസ്സിനെ കീഴ്പ്പെടുത്താതെ വിജയം കൈവച്ചു എന്ന് വിചാരിക്കുന്നത് ഒരു മാനസിക വിഭ്രാന്തി മാത്രമാണ്. മനസ്സ് ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വയം പ്രകാശിക്കാനാവാത്ത അവസ്ഥ ചന്ദ്രനെ പോലെ മനസ്സിനുമുണ്ട്. ചന്ദ്രൻ രാത്രി പ്രകാശിക്കുന്നെങ്കിൽ എവിടെ നിന്നാണ് അതിന് പ്രകാശം ലഭിക്കുന്നത്? അതിന്റെ പ്രഭയുടെ പ്രതിഫലനത്തിലൂടെയാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. സൂര്യൻ ദീപ്തിപ്തമായി പ്രകാശിക്കുന്നു. ആദ്യത്തിന്റെ പ്രതിഭയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആദ്യത്തിനെ നേരെ നോക്കാൻ പോലും ആരും ധൈര്യപ്പെടുകയുമില്ല. എന്നാൽ ചന്ദ്രന്റെ പ്രകാശം സുഖകരമായ ശീതളവുമാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിന്റെയും ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശത്തിന്റെയും പ്രഭാവം ഒന്നാണെങ്കിലും വ്യത്യാസത്തിന്റെ കാരണം എന്താണ്? മനസ്സാഗ്രഹങ്ങളാൽ പൂരിതമാകയാൽ അത് താമസിക പ്രകൃതിയാണ്. ഇവിടെ താമസിക ഗുണം നിലനിൽക്കുന്നുവോ അവിടെ അന്ധകാരമാണ്. മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞു, അത് ശീതളിമ അനുഭവിക്കുന്നു. ആഗ്രഹങ്ങൾ തൃപ്തിയടഞ്ഞെങ്കിൽ മനസ്സ് അസ്വസ്ഥമാണ്. ലൈല, ഇനി ലഭിക്കുന്നില്ല. ഇതാണ് നിർത്തിക്കോളൂ കേട്ടോ. മനസ്സിന്റെ പ്രകൃതം. ഇനി അനുഭവങ്ങൾ പറഞ്ഞോളൂ. സായറാം. ഓം ശ്രീ സായിറാം. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് സ്വാമിയുടെ നേരിട്ടുള്ള കരവലയത്തിനുള്ളിൽ സുരക്ഷിതയാണെന്ന്. അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ എത്ര ദിവസം പറഞ്ഞാലും തീരാത്തത്ര അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. വളരെ ചുരുക്കി ഞാൻ പറയാം എന്റെ അനുഭവം. 2000-ൽ ഞാൻ ആദ്യമായി പുട്ടപർത്തിയിൽ എത്തുന്നത്. അതിനു മുമ്പ് സ്വാമിയെക്കുറിച്ച് വായിച്ചതും കേട്ടറിഞ്ഞതും ഇന്ന് ഞാൻ വിശ്വസിക്കുന്നതും ഒക്കെ നേരെ വിപരീതമായിരുന്നു. തികച്ചും വ്യത്യസ്തമായ വിശ്വാസവും സംസ്കാരവും ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ ഇന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചും ഉച്ചരിച്ചും ഇന്നത്തെ അന്തർശൗച യജ്ഞത്തിലെ സംസാരിക്കാൻ ശോഭേച്ചി എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭഗവാന്റെ ഇച്ഛയാണെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, വ്യത്യസ്തമായ മതവിശ്വാസങ്ങളിലൂടെയും സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന്. യാദൃശ്ചികം എനിക്ക് വേണ്ടി ഭഗവാനാൽ തെരഞ്ഞെടുത്ത് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഭർത്താവ് വ്യത്യസ്ത വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്തു തന്നെ ആയാലും സുഖദുഃഖ സമ്മിശ്രമായ ജീവിതങ്ങളിലൂടെയുള്ള ജീവിതമാണ് മനുഷ്യജന്മം. ജീവിതം എങ്ങനെ സ്വാമിയുടെ പാദങ്ങളിൽ എത്തിയെന്ന് ചോദിച്ചാൽ അതിനുള്ള അനുഭവത്തിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 97-ലായിരുന്നു ഞങ്ങളുടെ മാരേജ്. 98-ൽ മൂത്ത മകളുടെ ജനനം. ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പനിയും ജലദോഷവും തുടർച്ചയായിട്ട്, അത് 1.5 വയസ്സ് വരെ നിരന്തരമായിട്ട് പനിയും ജലദോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1.5 വയസ്സായപ്പോഴാണ് ഹാർട്ട് സംബന്ധമായ പീഡിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൽ പ്രയാസവും സാമ്പത്തികമായിട്ട് വിഷമങ്ങൾ, അങ്ങനെ പല പ്രതിസന്ധികളും നമ്മൾ അറിയാം. വ്യത്യസ്ത മതവിശ്വാസങ്ങളിലൂടെ പോകുന്നവരുടെ ഒരു മാരേജൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളും ഞങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങള് സർജറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പുട്ടപർത്തിയിലും ഐറ്റ് ഫീൽഡിലും സ്വാമിയുടെ ഹോസ്പിറ്റലുണ്ട്, നമുക്ക് അവിടെ പോകാം. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം, ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഒരു ഹസ്ബൻഡ് പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് നിർബന്ധത്തിന് വഴങ്ങി. പിന്നെ പോരാത്തത് എനിക്ക് സ്വാമിയെ പറ്റിയിട്ടുള്ള തികച്ചും വിപരീതമായ ഒരു അറിവുകളും. അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും, അന്ന് ഹസ്ബൻഡിന്റെ അമ്മയും ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ കയറി. അങ്ങനെ അവിടെ നേരിട്ടുണ്ടായ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അതിന്റെ വരാന്തയിൽ എത്തുന്നതിന് മുമ്പ് വെള്ള ഡ്രസ്സിലുള്ള 2 പേര് വന്നിട്ട് ഞങ്ങളോട് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ഞങ്ങളുടെ അവസ്ഥയൊക്കെ ഞങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു 900 രൂപ വേണം രജിസ്ട്രേഷന് എന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ, കാരണം എന്റെ വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ നമുക്ക് തിരിച്ചു പോകാം, ഇതല്ലേ പറയുന്നത്, അതുകൊണ്ട് ഇത് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്നെ. അങ്ങനെ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ഏതായാലും അവൻ പറയുന്ന ഒന്ന് കേൾക്ക്, നമുക്കൊന്ന് പുട്ടപർത്തി വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പുട്ടപർത്തിയിലേക്ക് വണ്ടി കയറി. ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഇറങ്ങി ബസ് ഇറങ്ങിയ അപ്പം മുതൽ ഇവിടെ നിന്ന് എനിക്കുണ്ടായ നേരെ തിരിച്ചുള്ള അനുഭവമാണ്. അവിടെ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് എന്തോ മനസ്സിൽ എന്തെന്നില്ല, എനിക്കത് പറയാൻ അറിയില്ല. കാരണം അവിടെ ചെന്ന ഉടനെ, ബസ് ഇറങ്ങിയ ഉടനെ ഒരാൾ ചോദിച്ചു, എവിടെ എന്താ വന്നേ ചോദിച്ചു. ഇങ്ങനെയാന്ന് പറഞ്ഞു. അയാള് താമസ സൗകര്യമൊക്കെ ഉള്ളൊരു ഹോട്ടലിൽ നമുക്ക് റൂമൊക്കെ എടുത്ത് അവിടെ കൊണ്ടാക്കി. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവിടെയുള്ള മലയാളീസിനെ പറ്റി എല്ലാം വിവരിച്ചു തന്നു. എല്ലാവരുമായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം
ഭജനക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രശാന്തി നിലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസവും എൻ്റെ ഇതും എല്ലാം, കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ ഗണപതിയുടെ ഏതാണ് കാണുന്നത്. അപ്പൊ ഞാൻ ആ ടെമ്പിളിന്റെ സൈഡിൽ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും കയറില്ല, ഒന്ന് പീരീഡ്സ് ആയവർക്ക് അവിടെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അപ്പൊ ഞാൻ അവിടെ സൈഡിൽ ഇരുന്നോളാം, നിങ്ങൾ പോയിക്കോന്നു. അപ്പൊ അമ്മ കുറച്ച് പ്രായമുള്ളതുമാണ്. അപ്പൊ അമ്മ പറഞ്ഞു സാരമില്ല, ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ വന്നോളാം. അപ്പൊ മോള് ചെറുതാണല്ലോ, 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അമ്മമ്മ മോള് അകത്തോട്ട് കയറി, ഹസ്ബൻഡ് ഉള്ളിൽ കയറി, 3 പേരും പോയി. അപ്പൊ ഞാനിങ്ങനെ ആ ഭജന കേട്ടപ്പം എന്റെ മനസ്സിൽ എവിടുന്നുള്ള പോരാത്തത്, നമ്മൾ ഇത്രയും ടെൻഷനിലൂടെയാണ് പോകുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്, കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഞാനിങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ വിശ്വാസത്തെ പോലെ തന്നെ എനിക്കകത്ത് കയറാനും പറ്റിയില്ല, പീരീഡ്സ് അല്ലേ, കയറാനും പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കമിഴ്ന്ന് ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ വിഘ്നേശ്വരന്റെ സൈഡിലുള്ള ആ മരത്തിന്റെ ചോട്ടില്. അപ്പം ഒരാൾ വന്നിങ്ങനെ വെള്ളയിട്ട് ഒരാൾ എന്നെ വന്ന് തട്ടിയിട്ട് സായിറാം എന്ന് പറഞ്ഞു എന്റെ കയ്യിൽ ഒരു ഫോട്ടോ എടുത്തു തന്നു. ഞാൻ ആ ഫോട്ടോ, അപ്പോഴാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, എന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് നോക്കിയിട്ടിരിക്കായിരുന്നു ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ മനസ്സിൽ എന്ത് വിചാരിച്ചു അത് ഭഗവാൻ അവിടെ അറിഞ്ഞിരിക്കുന്നു. അതിന്റെ ബാക്കി പത്രങ്ങൾ ഇനിയുള്ള നാളുകളിലൂടെ എനിക്ക് അനുഭവമാകുന്നു ഞാൻ അപ്പൊ തന്നെ മനസ്സിലാക്കി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച്. അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ കുറെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ വളരെ ഇതായിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം പോകും, ഇത് വളരെ ചുരുക്കിയ ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിന് അവിടുത്തെ ചീഫ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഓപ്പറേഷൻ വേണം, പക്ഷെ പേടിക്കണ്ട, 3.5 വയസ്സാവുമ്പോഴേ വേണ്ടുള്ളൂ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക, എന്നിട്ട് പിന്നെ 3.5 വയസ്സാകുമ്പോഴത്തേന് ഇവിടുന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. 3.5 വയസ്സ് ആകുന്നതിന് മുമ്പ്, കാരണം സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്, 3.5 വയസ്സാകുമ്പോഴത്തേനും സ്കൂളിൽ വിടുന്നല്ലോ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പോവുക. അപ്പം ലെറ്റർ അയക്കൊന്നും അതിന് വന്നില്ല. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് വലിയൊരു ഇതൊന്നുമില്ല. അപ്പൊ ഇവരെന്നെ നിർബന്ധിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാന്ന് പറഞ്ഞു. ഞങ്ങള് ഇവിടുന്ന് വണ്ടി കയറി അവിടെ എത്തി. പുട്ടപർത്തിയിൽ എത്തിയിട്ട് ഞങ്ങള് അവിടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് പറഞ്ഞു ഓൾറെഡി നിങ്ങൾക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വേറെ ചെറുവത്തൂരായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നാണ് പഴയങ്ങാടിയിലേക്ക് വരുന്നത്. അപ്പൊ പഴയങ്ങാടിയിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പഴയങ്ങാടിയിൽ ആ ലെറ്റർ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അന്ന് പുട്ടപർത്തിയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ എല്ലാം നിമിത്തമാണ്. അവിടെ ചെന്ന ഉടനെ ഞങ്ങള് ഓപ്പറേഷന് വേണ്ടിയിട്ട് റെഡി ആണോ എന്ന് ചോദിച്ചു. ഹസ്ബൻഡ് പറഞ്ഞ റെഡി അല്ലാന്ന്. ഞാൻ പറഞ്ഞ റെഡിയാണെന്ന്, കാരണം പൈസയുടെ കാര്യം ഓർത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പൈസയുടെ പ്രശ്നം നോക്കണ്ട, നമുക്ക് എങ്ങനെയായാലും അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ അഡ്മിറ്റായി. അങ്ങനെ 3.5 വയസ്സിൽ അവിടെ ഞങ്ങൾ പോയി യാദൃശ്ചിക ചെന്നു. അവിടെ നിന്നുള്ള അനുഭവം വാക്കുകളിലൂടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അനുഭവം അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അപ്പൊ സ്വാമിയുടെ ആ സ്നേഹം എങ്ങനെയാണ് ഞങ്ങളിലേക്ക് എത്തിയത്, നമ്മളുടെ മകളിലൂടെയാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങള് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് പിന്നെ ഒരു ദിവസം നമ്മൾ സ്വാമിയെ കാണണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ബാംഗ്ലൂരാണ് അന്ന് സ്വാമി ഉള്ളത്. അപ്പൊ അന്ന് രാവിലെ ഞങ്ങൾ പുട്ടപർത്തി പോയി. അവിടുന്ന് മോളെ കാണിച്ച് ഫോളോപ്പും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വരവാ. ബാംഗ്ലൂരിലേക്ക് പോയി സ്വാമിയെ കാണാതെ വരാൻ പറ്റില്ല, കാരണം സ്വാമി നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. അപ്പൊ സ്വാമി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോവുക. രാവിലെ അവിടെ എത്തി. നല്ലോണം വിശന്ന് ഇതായിട്ടുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതാ. മോളാണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളവും. അപ്പൊ ഹസ്ബൻഡ് അപ്പുറത്തൂടെ കയറി, ഞാൻ ഇപ്പുറത്തൂടെ കയറി, ഏറ്റവും ബാക്കിലായിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു വെള്ളം പോലും എടുക്കാനായതുകൊണ്ട് വിടുന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ വേഗം സ്വാമീന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇതൊരു ബിസ്ക്കറ്റ് എങ്കിലും കിട്ടിയില്ലേ, മോക്ക് വിശപ്പടക്കാൻ കൊടുക്കായിരുന്നു. ഇത് പറയലും സ്വാമി കയറി വന്ന് അവിടെ ഇരുന്നു. ഞാൻ ബാക്കിലായിരുന്നു. അപ്പം അവിടുന്ന് അടുത്ത അനൗൺസ്മെന്റ് ആണ്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള അമ്മമാരെല്ലാരും മുമ്പോട്ട് വന്നിരിക്കണം. അവർക്ക് എന്താ പറയാ, ഞാൻ എന്താണ് ആവശ്യപ്പെട്ടത് അത്. അപ്പൊ ഞാൻ ഇരിക്കുന്നത് 2ാമത്തെ ലൈനിൽ, സ്വാമി ഇരിക്കുന്ന നേരെ താഴെ വൈറ്റ് ഫീൽഡിലാണ്, 2ാമത്തെ വരിയില് ഏറ്റവും ഫ്രണ്ടില്. ഞാനും ബാക്കിൽ നിന്ന് മോള് ഇത് പറയുന്നത് ഞാൻ ഓടി മുമ്പോട്ട് വന്ന് ഞാൻ കരഞ്ഞോട്ട് ഓടുവാണ്. കരഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സ്വാമി എന്നോട് വന്ന് അളകരുതെന്ന് കൈകൊണ്ട് സ്വാമി പറയുന്നു, എന്നോട് പറയുന്നു. 2-3 വളണ്ടിയേഴ്സ് വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സ്വാമീനെ നോക്ക്, സ്വാമി അളകരുതെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള്
എന്നാണ് ഭഗവാനോട് നമ്മൾ ഉള്ളിൽ പറയുക വേണം. സ്വാമി അത് അവിടെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരാളെന്ന സ്ഥിതിയിൽ ഞാൻ എന്തായെന്നറിയോ, സ്വാമിയുടെ ഈ അനുഗ്രഹത്തിലൂടെ ഞാൻ SRPയുടെ കണ്ണൂർ ജില്ലയുടെ കോർഡിനേറ്ററായി 2007 മുതൽ 2024 വരെ എന്താണ് അവിടെ നിന്നുള്ള പേഷ്യൻസും കുടുംബാംഗങ്ങൾ, അതായത് SRP പേഷ്യൻസ് എന്ന് പറയാൻ ഇഷ്ടമില്ല, കുടുംബാംഗങ്ങള് അവർക്കുണ്ടാകുന്ന മാനസികമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യമായിട്ട് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള പ്രശ്നങ്ങളെ അവർക്ക് സഹായിക്കുവാനും അവർക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുക്കാനും എനിക്ക് എന്റെ കുടുംബത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു കടാക്ഷം. എനിക്ക് എന്റെ മകളിലൂടെ എനിക്ക് ഭഗവാനെ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞതിന് ഞാൻ എന്നും ഭഗവാനോട് കടപ്പെട്ടിട്ടാണുള്ളത്. ഇനി മറ്റൊരു അനുഭവം എന്ന് പറയാം, ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് നടന്നൊരു സംഭവമാണ്. കാരണം എൻ്റെ ഒരു കുടുംബ സുഹൃത്തുണ്ട്. അപ്പം അവള് എല്ലാ മാസവും ഇടയ്ക്ക് വരും, എൻ്റെ അടുത്ത് 1-2 ദിവസം നിൽക്കും. അങ്ങനെ ഒരു ദിവസം വന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരിൽ ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടെ സംസാരിച്ച് ഒരു 10 മണി വരെ ഇരുന്നു. 10 മണി ഇരുന്നപ്പം അപ്പോൾ അവർക്ക് വയനാട്ടിലേക്ക് പോകണം. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ കിടക്കാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ റൂമിലേക്കും അവളുടെ റൂമിലേക്കും പോയി കിടന്നു. ഞാൻ വന്ന് ലൈറ്റ് ഓഫ് ഒക്കെ കിടന്നതേ ഉള്ളൂ. എന്നെ വിളിച്ചു, ലൈലയെന്ന് വിളിച്ചു. ഞാൻ ഓടിച്ചെന്നു റൂമിലേക്ക് ചെന്നു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ അവള് പേടിച്ചിട്ടാണോന്നും ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു, രാജുവേട്ടാ നിങ്ങൾ ഈ റൂമിൽ കിടക്കോ, ഞാൻ നിങ്ങളെ റൂമിൽ അവളെ കൂടെ കിടന്നോട്ടെ. അപ്പൊ ഞാൻ തമാശയാക്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു എന്നാ അങ്ങനെ കിടന്നോട്ടെ, പേടിച്ചോ എന്തേലും ആയിരിക്കും, ആയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ അവള് എൻ്റെ കൂടെ ഇപ്പുറത്തെ റൂമിലും കിടന്ന്. രാവിലെ എണീറ്റ്. അപ്പൊ അവൾക്ക് വയനാട് പോകേണ്ടതുകൊണ്ട് ഞാൻ രാവിലെ തിരക്കായിരുന്നു. അപ്പൊ ഞാൻ വേഗം സാധനങ്ങളൊക്കെ ആക്കുന്ന തിരക്കാ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്കെന്ത് പേടിക്കാനല്ല, നിന്റെ കൂടെ സ്വാമി എപ്പോഴും നിന്റെ കൂടെ നടക്കുക, നിന്റെ റൂമിൽ മൊത്തം സ്വാമി. ഞാൻ ചെന്നാ നീ എന്നെ കളിയാക്കുകയാണോ? അല്ല, എനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അനുഭവമാണ്. അവള് ലൈറ്റ് ഓഫ് ആക്കിയതേ ഉള്ളൂ. സ്വാമി എന്താ അഭയഹസ്തമായിട്ട് ചുമന്ന അങ്കി ധരിച്ച് റൂമില് നിറയെ പ്രകാശത്തോടു കൂടി നിന്ന് ചിരിക്കുകയാണ്. അവള് പറയുന്നത്, ഞാൻ തല ഉയർത്തിയിട്ട് ഞാൻ എന്നെ നുള്ളി നോക്കി. കാരണം 10:05 ആയിട്ടേ ഉള്ളൂ. നുള്ളി നോക്കി. അപ്പൊ നോക്കുമ്പോ സ്വാമി, ഞാൻ നോക്കുന്നിടത്തൊക്കെ ഭഗവാൻ, റൂമിൽ ഇങ്ങനെ ഫുള്ള് ലൈറ്റ്. അപ്പൊ അങ്ങനെ അവൾക്ക് ദർശന അനുഭവം കൂടി ഞങ്ങളുടെ ഈ വീടിന്റെ അകത്തു നിന്ന് അവൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം ഫാമിലിയിലെ കുട്ടിയാണ്. അപ്പൊ അത് എൻ്റെ മറ്റൊരു അനുഭവമാണ്. അതുപോലെ ഇനിയുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാല്, ഞാൻ 2020 എൻ്റെ വീട് വയനാടാണ്. അപ്പൊ വയനാട്ടിൽ പോയിട്ട് 2020 ഡിസംബർ 2-ാം തീയതി ഞാൻ മാനന്തവാടിയിൽ നിന്ന് KSRTC ബസ്സിൽ കയറിയതാണ്. അതിന് ഞാൻ ഡ്രൈവറുടെ പുറകിലുള്ള രണ്ടാമത്തെ സീറ്റിൽ നടുവിലിരിക്കുക. ചുരം ഇറങ്ങി കുറച്ചിങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പം അതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി ഇറങ്ങി. എൻ്റെ അടുത്തിരുന്ന കുട്ടി ഇറങ്ങി, ഫ്രണ്ടിലുള്ള ഒരു കുട്ടി ഇറങ്ങി. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പുറത്തിരുന്നൊരു കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് ശരിക്കും ഇരുന്നോട്ടെ വിചാരിച്ചു. ഞാൻ മുന്നേ സൈഡിലിരുന്നു. ഞാൻ ഇപ്പുറത്തോട്ട് ഇരുന്നു. അപ്പൊ ഫ്രണ്ട് കാലിയാണ്, ഒരു കുട്ടിയുള്ളു. അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്തു, അങ്ങോട്ട് കയറിയിരുന്നു. നല്ലൊരു മഴയുണ്ട്, ഷട്ടറൊക്കെ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാരും ഉറങ്ങുക. ഞാൻ ഈ സ്പീഡിലുള്ള ബസ് പോകുന്നുണ്ട്. അപ്പൊ എൻ്റെ കയ്യിലുള്ള 2 ബാഗുണ്ട്. ആ 2 ബാഗും എൻ്റെ മടിയിൽ വെച്ചിട്ട് ചെസ്റ്റിന് എന്തോ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ 2 ബാഗും കൂടെ ചെസ്റ്റ് കവർ ചെയ്തിട്ട് വെച്ചിട്ട് 2 കൈകൊണ്ട് ഞാൻ ബസ്സിൽ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്പീഡിൽ വരുന്ന ഒരു ലോറിയാണ്. ഞാൻ എപ്പോഴും സായി ഗായത്രി ജപിച്ചിട്ടാണ് ഞാൻ ഇരിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു സമയമുള്ളൂ, എന്ത് സംഭവിക്കും. ഞാൻ ഭഗവാൻ സായി ഗായത്രി ഉറക്കെ ചൊല്ലി, വേറെ ഒന്നുമില്ല ഇനി എൻ്റെ ബോഡി, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും കാണുള്ളൂ എന്ന് വെച്ചാൽ ആ മുഖാമുഖം ഞാൻ ശരിക്കും മരണത്തെ കണ്ടൊരു ദിവസമായിരുന്നു അന്ന്. സ്വാമി അവിടെ പ്രസന്റ് ആയിട്ട് അത്രയും പേരെ രക്ഷിച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഭഗവാൻ അല്ലാതെ വേറെ അവിടെ അങ്ങനത്തെ ഒരു ആക്സിഡന്റ് ആണ്. ആ ആക്സിഡന്റ് നേരെ ഇടിച്ചു. ഡ്രൈവറുടെ കാലെല്ലാം ആ സ്റ്റിയറിംഗിന്റെ ഉള്ളിലായി പുക വരുന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ബഹളം, ആർക്കും എന്താ സംഭവിച്ചെന്നറിയാം. കാരണം നേരൊക്കെ കണ്ട് ഞാനാണ്. അപ്പൊ ഞാൻ വേഗം നോക്കി. ഈ ഇടിയിൽ ഞാൻ നല്ലോണം കണ്ണ് മുറുക്കി അടച്ചു. കാരണം ഇനി എൻ്റെ ശരീരം ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മുറുക്കി അടച്ചിട്ട് ഞാൻ ഒന്നിങ്ങനെ തുറന്നു നോക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ ദേഹത്തൂടെ ചോര ഒഴുകുന്നുണ്ട്. ചെറിയ ചൂട് ഒഴുകുന്നു. ഞാൻ നോക്കുമ്പോൾ അതിന്റെ അടുത്തുള്ള കുട്ടികളൊക്കെ താഴോട്ട് വീണ് കിടക്കുക. കാരണം അതൊക്കെ പിടിച്ചിട്ടല്ലല്ലോ അവരിയ്ക്കുന്നത്. അങ്ങനെ ഞാൻ
നോക്കുമ്പോ ഈ ഡ്രൈവറുടെ കാല് അതിന്റെ ഉള്ളില് ഭയങ്കര ചൂടും. അപ്പൊ ഞാൻ വേഗം സൈഡിലേക്ക് നോക്കുമ്പോ സൈഡിലെ ഷട്ടർ പൊന്തിച്ച് നോക്കുമ്പോ ആ വീലിന്റെ മുകളിൽ ചവിട്ടി താഴെ ചാടാം. കാരണം ഡോറ് ക്ലോസ്ഡ് ആണ്, തുറക്കാൻ പറ്റില്ല, എയർ ടൈറ്റാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ മുകളിലൂടെ കയറിയിട്ട് താഴെ ചാടി. എന്ത് വരട്ടെന്ന് ചോദിച്ചു. കാരണം ഇത്രയും പേര് അഥവാ ഈ പുകയിൽ കത്തിപ്പോയെങ്കിലും ചോദിച്ചു. ഞാൻ ചാടി, ഞാൻ ഡോറ് പിടിച്ച് കുലുക്കി. അപ്പൊ ബാക്കിൽ നിന്ന് അപ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് പോലും ബോധം വരുന്നത് ഇങ്ങനെ. അപ്പൊ ഒരാള് അങ്ങനെ എല്ലാരും കുറച്ച് ഉള്ളതോരൊക്കെ വന്ന്, പിന്നെ അപ്പോഴത്തേനും ഒരു കാറൊക്കെ വന്നു. അങ്ങനെ ഞങ്ങള് എന്നെ എല്ലാരും ഹോസ്പിറ്റലിൽ കൊണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞാനാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ അന്തർശൗച യജ്ഞത്തില് നമുക്ക് സംസാരിക്കാൻ അവസരം തന്നവരും, അതുപോലെ തന്നെ ഇങ്ങനെ സ്വാമിയുടെ കൂടെ ജീവിക്കാൻ അവസരം തന്നവരും ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്താ പറയാ, എനിക്ക് വാക്കുകളില്ല. സായിറാം നാമം മാത്രം ജപിക്കുക. അതോടുകൂടി താങ്ക് യു സോ മച്ച്. എത്ര നല്ല അനുഭവങ്ങൾ ഭഗവാന്റെ കാരുണ്യം. താങ്ക് യു സോ മച്ച്. ഒരു ഭജന പാടണേ ഭഗവാന്റെ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, സായിറാം. ఈనాడు విద్యార్థి దేనికోసం విద్యార్థిగా చేరుతున్నాడు? The student becomes a student. What for ఈ today? విద్యను అభ్యసించడం దేనికోసం అని తనకు తాను ప్రశ్నించుకున్నప్పుడు If he questions himself why he is studying, ఏమీ జవాబు చిక్కటం లేదు. he has no reply. వీరికి చిక్కేది ఒక్కటే. They get only one answer. ఏ విద్య చదివితే ఏ ఉద్యోగం చిక్కుతుంది, ఏ ఉద్యోగం చేత ఎంత డబ్బును మనం సంపాదించవచ్చును, ఈ రెండే వారి యొక్క లక్ష్యం. There are only two objectives. What education will give them what kind of job? What kind of job would give them what type of salary? వేల ఖర్చు పెట్టి Spending thousands and thousands, పట్టమును అందుకుంటున్నాడు. they get degrees. కాలమును, ధనమును, కర్తవ్యాన్ని, ఎనర్జీని ఖర్చు పెట్టి ఈ అందుకున్నటువంటి ఈ పట్టమునికి ఎంత విలువ? What is the value of such a degree which you get by wasting the time, the money, ఈ the పట్టము యొక్క duty? విలువను తెలుసుకోవాలంటే ఏ మాత్రమూ లేదు ఈ పట్టము యొక్క విలువ. To understand clearly, the degree has no value whatsoever. సమాజములకు, To the society దేశములకు and to the country. ఉపయోగము లేనటువంటి ఈ పట్టము దేనికోసం? What for is the degree that is not of any use to this country ఎవరికి and వారు society? ప్రశ్నించుకోవడానికి ప్రయత్నం చేయటం లేదు. No one is making an attempt to question one పట్టము person. అందుకున్న తక్షణమే The moment they get the degree, ఎంప్లాయ్మెంట్ ఎక్స్చేంజ్ ఆఫీస్ ముందర in front of the employment exchange office, హనుమంతుని తోక వలె క్యూలో పెరిగిపోతున్నారు. the queue is more and more like the tail of Hanuman. దీని యొక్క అంతరార్థాన్ని చక్కగా విచారణ చేస్తే ఈ పట్టం ఉద్యోగం కోసం అందుకున్నాడు అనేటువంటి స్పష్టమవుతున్నాడు. When we inquire clearly, we will understand that degree is for a job. ఇంకా కొన్ని వినతులుగా మనం విచారణ చేసి చూసినప్పుడు If we inquire in another way, డిగ్రీ చేతికి వచ్చిన తక్షణమే the moment they get the degree, విదేశాలకు వెళ్లే నిమిత్తము to go abroad, పాస్పోర్ట్ దగ్గరికి బయలుదేరుతున్నారు. they go for passport. కారణం ఏమిటి? What is the reason? విదేశాల్లో పోయి అమితంగా ధనమును సంపాదించవచ్చును ఈ పట్టము ద్వారా అనేటువంటిది ఒక తుచ్చమైనటువంటి భావం. They have got a mean feeling. By going abroad, they can earn more money. విద్య విజ్ఞానం కోసమే గాని Education is for wisdom. కూటి కోసం కాదనేటువంటి సత్యాన్ని ఈనాడు విద్యార్థులు కన్నులు తెచ్చి విచారించారు. Students should open their eyes and understand that education is not for a living. పట్టకుడును అవసరమే, A living is also needed. కానీ But విద్య అనేటువంటిది నాట్ education, ఫర్ లివింగ్, ఫర్ లైఫ్. education is not for a living, but for life. కనుక మనం కేవలం పట్టమును అందుకోవటం బ్రతికే నిమిత్తం కాదు. So we get the degree not to live alone. మనం యొక్క జీవితం అంటే ఏమిటి అని అర్థం చేసుకోవడానికి ముందు విద్యను అభ్యసించాలి. We should educate ourselves to know the meaning of life. చదివి వ్రాయ నేర్చిన వారందరూ విద్యావంతులేనా? Those people that know how to read and write are the literates. కాలేజీల డిగ్రీలు పొంద విద్యావంతులగునా? By merely getting going to the college, can you be educated? సుజ్ఞానము సుకృతి లేక విద్యను తద్విద్యలగునా? Without good knowledge and discernment, what is the value of education? బ్రతుకుటకే విద్య అన్నా బ్రతుకులేని పశుపక్షులు. If education is only for a living, don't you find birds living? ఈ సత్యాన్ని విద్యార్థులు చక్కగా విజ్ఞానం చేత విచారణ చేయాలి. This fact students should be able to investigate and understand. പാടിക്കോളൂ, അതിനെ പാടിക്കോളൂ. അതാണ്
कर के हर शिव के सांब सदा शिव शिव कर के शिव कर के हर शिव के सांब सदा शिव शिव कर के हर 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 महादेवा हर 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 महादेवा पार्वती रमणा सदा शिवा पार्वती रमणा सदा शिव नमामि शंकर तव चरणं नमामि शंकर तव चरणं नमामि शंकर तव चरणं नमामि शंकर तव चरणं भजामि शंकर तव चरणं भजामि शंकर तव चरणं शिव कर के हर शिव के सांब सदा शिव शिव कर के हर 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 महादेवा हर 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 महादेवा पार्वती रमणा सदा शिवा पार्वती रमणा सदा शिवा नमामि शंकर तव चरणं नमामि शंकर तव चरणं नमामि शंकर तव चरणं भजामि शंकर तव चरणं भजामि शंकर तव चरणं हर शिव हर के हर शिव के सांब सदा शिव शिव हर के सायाम താങ്ക് യു സൈറാം. സായി ഉപമ: ഒരു ക്യാമറ ഏത് ദിശയിലേക്കാണോ തിരിച്ചിരിക്കുന്നത് ആ ലെൻസിന്റെ ദിശയെ ആശ്രയിച്ചാണ് ഫിലിമിൽ ചിത്രം പതിയുക. അതുപോലെ തന്നെ നമ്മെ ആകർഷിക്കുന്ന വസ്തുക്കളുടെ പ്രകൃതം അനുസരിച്ചിരിക്കും നമ്മുടെ മനസ്സിന്റെ പ്രതികരണം. ആരെങ്കിലും നമ്മെ പഴിക്കുമ്പോൾ നാം കോപാകുലരായി ഭ്രാന്തമായി പെരുമാറുന്നു. ആരെങ്കിലും സ്തുതിക്കുമ്പോൾ നാം സന്തോഷത്താൽ തുള്ളിച്ചാടുന്നു. മനസ്സിന്റെ ഈ വിക്ഷോഭങ്ങളാണ് രണ്ട് അവസ്ഥകൾക്കും കാരണമാകുന്നത്. മനസ്സിനെ സംബന്ധിച്ച രഹസ്യങ്ങളെക്കുറിച്ചും അത് നമ്മിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നാം മനസ്സിലാക്കണം. നിന്ദകളിലും സ്തുതികളിലും ഒരേപോലെ മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കുവാൻ നാം ശ്രമിക്കണം. മനസ്സ് ഈശ്വരോന്മുഖം തിരിക്കുമ്പോൾ മനുഷ്യത്വവും നന്മയും ഉണ്ടാകുന്നു. ദുശ്ചിന്തകൾക്കും ദുരഭിമാനത്തിനും നേരെ തിരിയുമ്പോൾ പൈശാചികമായ സ്വഭാവം ഉണ്ടാകുന്നു. താക്കോൽ വലത്തോട്ട് തിരിക്കുമ്പോൾ പൂട്ട് തുറക്കുകയും ഇടത്തോട്ട് തിരിക്കുമ്പോൾ അടയുകയും ചെയ്യുന്നു. ഒരേ താക്കോൽ തന്നെയാണ് രണ്ട് ദിശകളിലേക്കും തിരിക്കുന്നത്. അതുപോലെ സച്ചിന്തകളിലേക്ക് തിരിയുന്ന മനസ്സിൽ വിരക്തിയും ഭക്തിയും ഉണ്ടാകുന്നു. ഞാൻ എന്റേത് എന്ന മമത ചിന്തകളിലേക്ക് തിരിയുമ്പോൾ ആസക്തിയും ഉണ്ടാകുന്നു. ആസക്തി ബന്ധനത്തിലേക്കും വിരക്തി മോക്ഷത്തിലേക്കും നയിക്കുന്നു. ഭഗവാൻ ശ്രീ സത്യസായി ബാബ. സൈറാം. എല്ലാവർക്കും മുൻകൂട്ടി ഉത്രാട ആശംസകൾ.
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. 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 എല്ലാവർക്കും